ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. ഇസ്രായേലിനെ 1000 ആണ്ട് വാഴ്ചയിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ദൈവീയ വാഗ്ദത്തവും ഇത് ക്രിസ്തു നൽകുന്ന വാഗ്ദത്തം. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 28 നമ്മൾ വായിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയുടെ നിഴലായിരുന്നു. ഇത് 1000 ആണ്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പുതിയ നിയമത്തിലാണ് അന്ത്യകാലം എന്ന പ്രയോഗം കാണുന്നത്. യോബിൻ്റെ പുസ്തകം അതിനുശേഷം, അതായത് അവസാന കാലം കർത്താവിൻ്റെ 1-ാം ആഗമനത്തോട് ആരംഭിക്കുമ്പോഴും 2-ാമത്തെ വരവും വരെയും ആ കാലം തുടരുകയും ചെയ്യുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ൽ അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും എന്നുള്ളത് ഇതാർക്കുള്ളതാണ്? അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ആദ്യം പിശാചിൻ്റെ വാഗ്ദത്തം നടക്കും. മത്തായി സുവിശേഷം 24:1 നമ്മൾ വായിക്കും, കർത്താവേ നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്തെന്ന് ചോദിക്കുമ്പോൾ, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ് 24:11 വാക്യത്തിൽ, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അപ്പോൾ യഥാർത്ഥ മശിക വരുന്നതിന് പകരം തെറ്റായ മശിക വന്ന് അനേകരെ തെറ്റിക്കും. ഇത് സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. 13:1 ഇങ്ങനെ പറയുന്നു, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പാപപരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതെയാക്കും. ഇനി അവയെ ആരും ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തു നിന്നും നീക്കിക്കളയും എന്ന് പറയുന്നു. യഹോവയുടെ അരുളപ്പാടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർ അനുസരിച്ച് ഇസ്രായേൽ മക്കൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. മുമ്പേ പിശാചിൻ്റെ വാഗ്ദത്തം അനുസരിച്ച് കള്ളപ്രവാചകന്മാർ അനേകരെ തെറ്റിക്കും. അപ്പോൾ ദൈവം ഈ കള്ളപ്രവാചകന്മാരെ മാറ്റുന്നതാണ് താഴോട്ട് നമ്മൾ സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ പോഷ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോട് ഇരിക്കുകയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കിയാൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കിയാൽ ഓരോരുത്തരും താൻ തൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല. അതായത് യഥാർത്ഥ മശിക വരുന്നതിന് മുമ്പേ കള്ളപ്രവചനം നടത്തുന്നവർ എല്ലാവരും അന്ന് ലജ്ജിക്കും. പിന്നെ യഥാർത്ഥമായി പ്രവചിക്കുന്നവർ 2 വ്യക്തികളായിരിക്കും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അവരെ ഇവർ എല്ലാവരും ചേർന്ന് ഇവരെ കൊന്നുകളയും. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് എങ്കിൽ അതുപോലെ സാത്താൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം തൊട്ടു മുമ്പ് സാത്താൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ഇവിടെ ശ്രമിക്കുകയാണ്. അതിൽ നമ്മൾ വീണുപോകും. അതായത് ഒന്ന് നോക്കിയാൽ നല്ല നോട്ടും തെറ്റായ നോട്ടും എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ഇന്ന് മിഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ബാങ്കുകളിൽ മിഷൻ ഇല്ലായിരുന്ന സമയത്തിന് മുമ്പ് അവരുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ എങ്ങനെ അവർ തിരിച്ചറിയും? നിത്യമായി കാശ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ആ കാശ് അവർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആ വ്യത്യാസം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏതാണെന്നും പിശാചിൻ്റെ വാഗ്ദത്തം ഏതാണെന്നും തിരിച്ചറിയുവാൻ കഴിയും. നിത്യമായുള്ള വചനം വായന അതുപോലെ നമ്മെ പഠിപ്പിക്കുവാനിടയാകും. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അടുത്ത് പറയുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതവും അടയാളവും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത് 1000 ആണ്ടിലും സ്ഥിരമായി കാണുവാൻ ഇടയാകുന്നു. ഇത് അപ്പോൾ അതിനു മുമ്പ് സാത്താൻ്റെ അത്ഭുതവും പ്രവർത്തിക്കും നമുക്ക് കാണുവാൻ ഇടയാകുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയി 1-ാമത്തെ മൃഗത്തെ സംസ്കരിക്കുമാറ് നിൽക്കുന്നു. അത് മനുഷ്യൻ കാണെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്കു ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും
വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയെ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലാണ് സാത്താൻ ചെയ്യുന്നുണ്ട്. 2 തെസ്സലോനിക്കൻ്റെ ലേഖനത്തിൽ നമുക്കിത് കാണുവാൻ ഇടയാകുന്നു. 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തികൾക്ക് ഒത്തവണ്ണവും വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുത പ്രവൃത്തികളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് എന്താണ് അതേ രീതിയിലാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ യഥാർത്ഥമായ വാഴ്ത്തത്വം വരുന്നത് മുമ്പേ സാത്താൻ്റെ വാഴ്ത്തത്വം വരും. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും. ഇത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇത് നമുക്കൊരു പാഠമാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അപ്പോൾ എങ്ങനെയാണ്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ ധാരാളമായി ഉണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് അത് എല്ലാം നന്മയ്ക്കാണ്, നമുക്ക് നടക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. ഇത് അവകാശമായി തന്നിരിക്കുന്നത് ഇസ്രയേലിനെ ഒരു അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുവോളം ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 3 ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് പലപ്പോഴും ഇന്നത്തെ വാഗ്ദത്തങ്ങൾ ദൈവദാസന്മാർ കൊടുക്കുന്ന കാർ തരാം, വീട് തരാം, അല്ലെങ്കിൽ അന്യദേശത്ത് നിനക്കൊരു വിസയുണ്ട് എന്ന് പറയും. നമുക്ക് പലയിടത്തും ഇത് നമുക്ക് വാഗ്ദത്തം കേൾക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അല്ലെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും ദാനം തരും. ഒരു പക്ഷേ ദൈവത്തെ അടുത്ത് വരുമ്പോൾ ഒരു പ്രവാചകൻ മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കും വചന മുഖാന്തരമോ ഇത് നമുക്ക് ഈ വാഗ്ദത്തം നമുക്ക് കിട്ടുമാറുണ്ട്. എന്നുവെച്ചാൽ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ വചനങ്ങൾ ഒത്തവണ്ണവും ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായിരിക്കുക എന്ന് നമ്മളിത് വായിക്കുന്നു. ഇന്ന് കാണുന്നത് പ്രവാചകന്മാരെല്ലാം ഇന്ന് പോഷ്കാണ് സംസാരിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ. എങ്കിലും എല്ലാം തള്ളിക്കളയുവാൻ, എല്ലാ പ്രവചനങ്ങളും തള്ളിക്കളയുവാൻ കഴിയുകയില്ല. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവരിൽ ആമേൻ എന്ന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ് എന്ന് ഉണ്ടെങ്കിൽ, ഇനി അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം, അവൻ അല്പം പാളിപ്പോയെങ്കിലും അവൻ പിന്നീട് അതിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായം: അവൻ ഏകദേശം 100 വയസ്സ് ഉള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടും ദൈവത്തിന് മഹത്വം കൊടുത്തും അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോഴവൻ ആദ്യം ബാക്കിൽ പോയിരുന്നെങ്കിൽ, പക്ഷേ കാത്തിരുന്ന് ദൈവം നൽകുമെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നു. അത് ലഭിക്കും മുമ്പേ തൻ്റെ ശരീരം നിർജീവമായിട്ടും സാറയുടെ ഗർഭപാത്രം നിർജീവമായിട്ടും പക്ഷേ പൂർണ്ണമായിട്ട് ലഭിക്കുമെന്ന് അവൻ ഉറച്ചു നിന്നു. അപ്പോൾ ദൈവം അവന് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദർശനം തന്നിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക. ഹബക്കുക്ക് 2:3 ഇങ്ങനെ വായിക്കുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട്. എങ്കിലും യേശു നമുക്ക് മാതൃക കാണിച്ചെന്നു. പരീക്ഷകൻ അടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് യേശു ജയിച്ചത്, അതുപോലെ സാത്താൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ല. നാം അത് പൂർണ്ണമായി മനസ്സിലാക്കുക. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.